പാൻ കാർഡ് നിയമം കർശനമാക്കുന്നു. ഏപ്രിൽ 1 മുതൽ ആധാർ മാത്രം മതിയാകില്ല. പാൻ കാർഡിനായി അപേക്ഷിക്കുന്നതിനുള്ള ചട്ടത്തിൽ 2026 ഏപ്രിൽ 1 മുതൽ കേന്ദ്ര സർക്കാർ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. പുതിയ പരിഷ്കാരം നിലവിൽ വരുന്നതോടെ ആധാർ കാർഡ് മാത്രം ഉപയോഗിച്ച് പാൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സൗകര്യം നിർത്തലാക്കും. നിലവിൽ ആധാർ കാർഡ് മാത്രം തിരിച്ചറിയൽ രേഖയായി നൽകി എളുപ്പത്തിൽ പാൻ കാർഡ് സ്വന്തമാക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ മാർച്ച് 31 ശേഷം ഈ രീതി അവസാനിക്കും. അപേക്ഷാ നടപടികളിൽ കൂടുതൽ കർശനമായ പരിശോധനകൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. ഗവൺമെന്റ് പിന്തുണയുള്ള കോമൺ സർവീസ് സെന്ററുകൾ വഴിയാണ് ഈ വിവരം പൊതുജനങ്ങളെ അറിയിച്ചത്. പാൻ കാർഡ് ഇതുവരെ എടുക്കാത്തവർ മാർച്ച് 31-നകം ആധാർ ഉപയോഗിച്ച് അപേക്ഷ പൂർത്തീകരിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു. ഏപ്രിൽ 1 മുതൽ നിയമങ്ങൾ മാറുന്നതോടെ പാൻ കാർഡ് ലഭിക്കുന്നതിന് അപേക്ഷകർ പുതിയ അപേക്ഷാ ഫോമുകൾ ഉപയോഗിക്കേണ്ടി വരും. ഇതിനായി ആധാർ കാർഡിന് പുറമെ ജനന തീയതി തെളിയിക്കുന്നതിനുള്ള അധിക രേഖകൾ കൂടി ആവശ്യമാണ്. ജനന തീയതി തെളിയിക്കുന്നതിനായി 6 വ്യത്യസ്ത തരം തിരിച്ചറിയൽ രേഖകൾ ഔദ്യോഗികമായി സ്വീകരിക്കണമെന്ന് എക്സ്പോസ്റ്റിൽ പറയുന്നു. ജനന സർട്ടിഫിക്കറ്റ്, വോട്ടർ കാർഡ്, മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, സത്യവാങ്മൂലം, പാസ്പോർട്ട് അല്ലെങ്കിൽ ജനന തീയതി തെളിയിക്കുന്ന മറ്റ് സർക്കാർ രേഖകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഏപ്രിൽ 1 മുതൽ പാൻ കാർഡിലെ പേര് ആധാർ കാർഡിൽ ഉണ്ടാവുന്നത് പോലെ മാത്രമായിരിക്കും. പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ പഴയ അപേക്ഷാ ഫോമുകൾക്ക് സാധുതയുണ്ടാവില്ലെന്ന് CSC അറിയിച്ചു. പുതിയ പാൻ അപേക്ഷാ ഫോമുകൾ ഉടൻ ലഭ്യമാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. ബാങ്കിംഗ്, ധനകാര്യ ഇടപാടുകൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത രേഖയാണ് പാൻ കാർഡ്. ആധാർ കാർഡ് പാൻ കാർഡുമായി ബന്ധിപ്പിക്കേണ്ടത് നേരത്തെ തന്നെ നിർബന്ധമാക്കിയിരുന്നു.